പക്ഷെ അത് നിർദ്ദേശം പ്രായോഗികമാക്കുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല. പല കാര്യം നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് പോലും ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചെറിയ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു ചുവടുവെപ്പായിട്ട് കാണും. അതായത് ആദ്യം വേണ്ടത് ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ചേർന്ന് നടത്തിക്കൊണ്ട് പോകേണ്ട ഒരു മെഷീനാണ്. അത് ഒരിക്കൽ കീ കൊടുത്ത് വിട്ടതിന് ശേഷം താനെ ഓടുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഓരോരുത്തരും ചേർന്ന് ചലിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു മെഷീൻ തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇൻഫോംഡ് ഡിസിഷൻസ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിൽ സയൻസിനുള്ള റോളിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും അവെയർ ആയിരിക്കേണ്ടതും അത്യാവശ്യമാണ്. എന്നാൽ മാത്രം ഇപ്പോൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ നമ്മൾ തുടങ്ങണം. നമ്മൾ പഠിക്കുന്ന രീതിയിൽ അത് മാറ്റം വരണം. പിന്നെ നമ്മുടെ ഒരു ജനപ്രതിനിധികളുടെ ഒരു റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ 3.5 കോടി മനുഷ്യർക്ക് 10-20 മന്ത്രിമാരാണുള്ളത്. അപ്പോൾ ഈ 3.5 കോടി ഡിവൈഡ് ബൈ 20 എത്രയുണ്ടോ അത്രയും മനുഷ്യരെയാണ് ഒരു മന്ത്രി റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു MLA ആണെന്നുണ്ടെങ്കിൽ MLA-മാരുടെ എണ്ണം മതി. ഏതാണ്ട് എൻ്റെ ഒരു കണക്കുള്ള ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 2.5 ലക്ഷം മനുഷ്യർക്ക് തുല്യമാണ് ഒരു MLA-യുടെ റെപ്രസെന്റ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 2.5 ലക്ഷം മനുഷ്യരെങ്കിലും സയന്റിഫിക് ടെമ്പറിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ ഒരു MLA മനസ്സിലാക്കിയതായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഏതാണ്ട് ഈ ശാസ്ത്രജ്ഞന്മാരുടെ എണ്ണത്തെ കുറിച്ചും ഒരു കണക്കുണ്ട്. അതുപോലെ എന്തോ ഒരു 10 ലക്ഷം പേരിൽ വളരെ കുറഞ്ഞ അനുവാദം മാത്രം ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരുള്ളൂ. മറ്റുള്ള രാജ്യങ്ങളിൽ വളരെ വളരെ കൂടുതലാണ്. അത് തീർച്ചയായിട്ടും നമ്മള് അപ്പൊ ഇതുപോലെ ഈ ഒരു ഭരണകൂടം മൊത്തം സയന്റിഫിക് ആയിട്ട് മാറി നമ്മളെല്ലാവരെയും സയന്റിഫിക് ആയിട്ട് മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതിനകത്ത് ഒരു അപ്രായോഗികത കാണുന്ന ഒരാളാണ്. നമ്മളെല്ലാവരും സയന്റിഫിക് ആയിട്ട് ചിന്തിക്കുകയും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പെരുമാറുകയും ചെയ്താൽ ഈ 100% സയന്റിഫിക് ആയിട്ട് ചിന്തിക്കുന്ന 100% കാര്യങ്ങൾ റാഷണൽ ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഒരു ഐഡിയൽ സ്റ്റേറ്റ് ഒന്നും അല്ലേ സംസാരിക്കുന്നത്. നമ്മളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ലൈഫ് ത്രട്ടണിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭാവിയിലേക്ക് പോലും സ്വാധീനിക്കാൻ സാധ്യതയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സയന്റിഫിക് ആയിട്ട് എടുക്കേണ്ടതുണ്ട് എന്ന ബോധ്യം അത് നമ്മൾ ഓരോരുത്തരും വരുമ്പോൾ അത് നമ്മളുടെ ഞാൻ പറയുന്ന ഒരു 40 വയസ്സിന് മുകളിലുള്ളവരെ കണക്കാക്കുക വേണ്ടെന്ന് അത് പരമാവധി ഉറച്ചുപോയി കാണും. ചെറിയ പ്രായത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇനിഷ്യേഷൻ അത് ക്ലിയർ ആയാൽ കുട്ടികളെ ചോദിക്കാൻ പ്രേരിപ്പിക്കുക, അവരെ ഇൻക്വയറിയിലൂടെ പഠിക്കാൻ ശ്രമിക്കുക. അതായത് ആരെങ്കിലും ഉരുവിട്ട് തരുന്നത് കാണാൻ പഠിക്കുന്നതിന് പകരം അന്വേഷണാത്മകമായി കാര്യങ്ങളെ പഠിക്കുക, ചോദ്യം ചെയ്തുകൊണ്ട് പഠിക്കുക. നമ്മുടെ നിലവിലുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളെ എങ്ങനെ സപ്രസ് ചെയ്യാമെന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് നടപ്പിലാക്കുന്നത്. അതായത് ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, കുട്ടികൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആരും ചോദ്യം ചോദിക്കും.